അല്ലേ ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ, ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. അപ്പൊ ഞാനൊരു സപ്പോർട്ടിങ് ആക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചാനലിൽ എന്റെ സീരിയൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആങ്കറിങ് ഷോ ചെയ്യാം. ഇനി ഡാൻസറും സിംഗറും ആയതുകൊണ്ട് പാട്ടുപാടി ജീവിക്കാം, ഡാൻസ് കളിച്ച് ജീവിക്കാം. ആദ്യമൊക്കെ എന്റെ ഇന്ന് സിനിമ പോകുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള അവസാനം നല്ല ക്യാരക്ടർ കിട്ടി. ശ്രദ്ധിക്കണേ, ഇവിടെ പറഞ്ഞു വരുന്നൊരു ഫ്ലോയിൽ വരുന്ന സംഭവം എന്ന് വെച്ചാൽ, ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. മറ്റേ സിനിമയിൽ ഉമ്മർ പറയുന്നുണ്ട്, ഞാനൊരു വിലാസിനി, ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി മീൻസ് ഉദ്ദേശിച്ചത് മറ്റൊരു തരത്തിൽ പെർവേർട്ട് എന്നുള്ള ലെവലല്ല. മനുഷ്യൻ ഓരോ സാഹചര്യങ്ങളിലും ഓരോ തരത്തിലുള്ള വികാരത്തിൻ്റെ അധീനതയിൽ പെട്ട് തന്നെ പൊക്കോണ്ടി ചില സമയത്ത് സന്തോഷമായിരിക്കും, ചില സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും. ചില വ്യക്തികൾക്ക്, ഇപ്പം സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഈ ഓവുലേഷൻ, അതുപോലെ തന്നെ ഈ എന്തുകൊണ്ട് മെൻസ്ട്രേഷൻ പീരീഡ്സിൻ്റെ ടൈംസിലൊക്കെ പലതരത്തിലുള്ള മൂഡ് സ്വിങ്സും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലെ പല തരത്തിലുള്ള ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ, സ്ട്രഗിൾ പീരീഡ്സ്, ഇതൊക്കെ കടന്നു പോകുന്ന ഓരോ മനുഷ്യനും അവൻ്റെ ആ ഒരു പീരീഡിൽ അവൻ അനുഭവിക്കുന്ന ആ ഒരു വേദന, ആ ഒരു ചിലപ്പോൾ സങ്കടമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്ത് തരം വികാരം ആയിക്കോട്ടെ, ആ വികാരത്തിന് മറ്റൊരാൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് അഭിപ്രായം പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഇത് ഇന്നൊരു പ്രശസ്ത മലയാള നടി, ഡാൻസറൊക്കെ കൂടെ ആയിട്ടുള്ള പുള്ളിക്കാരത്തി നല്ല രീതിയിൽ എയറിൽ കയറിയിട്ടുണ്ട്. എന്താ സംഭവം എന്നുള്ള കാര്യം ഞാൻ അവിചാരിതമായിട്ട് ഒരു റീൽ കാണുന്നു. ആ റീലിൽ കണ്ടൊരു കാര്യമാണ് ഞാൻ ആ റീൽ നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം ഇതിൻ്റെ ഒറിജിനലൂടെ കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടി വന്നത്. ഇതിൽ ആര് പറയുന്നതാണ് ശരി എന്നുള്ള കാര്യം നമുക്ക് മുഴുവനായിട്ട് നോക്കാം. നിങ്ങളിത് കണ്ടു നോക്കൂ. നടി വേറെ ആരുമല്ല, നമ്മുടെ കൃഷ്ണപ്രഭയാണ്. നോക്കാം. ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം, ഇതിപ്പോ ഇത് ഒരു സൈക്കോളജിസ്റ്റ് പുള്ളിക്കാരത്തിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ റിയാക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ആ മുകളിലിരിക്കുന്നത്, തട്ടവിട്ടിരിക്കുന്ന പുള്ളിക്കാരത്തി സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ കുറെ പുതിയ ശ്രദ്ധിക്കണം. കുറെ ഓവർ തിങ്കിങ് ആണ്, കുറെ ഡിപ്രഷൻ എന്നൊക്കെ കുറെ പുതിയ വേർഡ്സ് കേൾക്കണം. ഇതൊക്കെ പുതിയ വേർഡ്സ് ശ്രദ്ധിക്കണം. ഒക്കെ വരുന്നുണ്ടല്ലോ. ചിരിക്കുന്നില്ലേ? ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. പണ്ടത്തെ വട്ട് തന്നെ ഇപ്പൊ ഡിപ്രഷന്റെ പേരിൽ വിളിച്ച് പറയുന്നു. ഓക്കെ, അത് സർക്കാസ്റ്റിക് ആയിട്ടൊക്കെയാണ് അത് പറയുന്നത്, ഒരു അവസ്ഥയെ കുറിച്ചാണ്. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ, ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. ആരണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണല്ലേ. പൊതുവായിട്ടുള്ളൊരു ധാരണയാണ് മടി പിടിച്ചിരിക്കുന്നത് കാരണം, വേറെ പണിയൊന്നും ഇല്ലാത്തത് കാരണം, ഒരുപാട് സമയം ഫ്രീ ആയിട്ടുള്ളത് കാരണം, അതുകൊണ്ട് മാത്രമാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ്, ഓവർ തിങ്കിങ് ഒക്കെ വരുന്നത് എന്നുള്ളത്. ബട്ട് ലെറ്റ് മീ ക്ലിയർ ഇറ്റ് ഫോർ യു. ഇതുകൊണ്ട് മാത്രമല്ല മെന്റൽ ഇൽനെസ് വരുന്നത്. ഇറ്റ് കെൻ ബി ഫൈനാൻഷ്യൽ, ഇറ്റ് കെൻ ബി കരിയർ റിലേറ്റഡ്, ഇറ്റ് കെൻ ബി ഫാമിലി, ഇറ്റ് കെൻ ബി ജനറ്റിക്കൽ, ഇറ്റ് കെൻ ബി ബയോളജിക്കൽ. സോ ദർ കെൻ ബി മൾട്ടിപ്പിൾ റീസൺസ്. So if you don't know about it, educate yourself. This is not something to joke about. This is not something to laugh at. കാരണം ബാക്കിയുള്ളവർക്ക് വരുമ്പോഴാണ് നമുക്ക് ചിരിച്ചു തള്ളാൻ പറ്റുള്ളൂ. നമ്മൾ ആ അവസ്ഥയിൽ വരുമ്പോഴാണ് we understand the seriousness of this. So at least for the people who are watching this, please educate yourself before you make any comment about mental health issues, because it's already a stigmatized area, and please don't make it any more difficult for people who are going through it. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരത്തി ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടായെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളത്. ഈ പറഞ്ഞതിൻ്റെ ഒരു രണ്ടാമത്തെ വശമുണ്ട്. ഇനി അവർ പറഞ്ഞൊരു കാര്യത്തിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് നമ്മൾ കണ്ടത്. ഇതിനകത്തുള്ള റിയാലിറ്റി എന്താണെന്ന് കൂടെ നിങ്ങൾക്ക് അറിയണം. അതിന് മുമ്പ് നമുക്ക് കമൻറ്റ് ബോക്സ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. സാനിയ അയ്യപ്പം ഒന്ന് കൈയടിക്കുന്നുണ്ട്. അഞ്ജലി ജോളി, ഹലോ, വാസ് സോ ഇറിറ്റേറ്റിംഗ്. ബെന്യാമിൻ എഴുതി വെച്ച പോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രം. ഞാൻ എൻ്റെ ഈ ചാനലിൽ, എൻ്റെ വീഡിയോയ്ക്ക്, നമ്മുടെ ചാനലിൽ ഈ വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്കാണെന്ന് തോന്നുന്നു. കാരണം മിക്ക സമയങ്ങളിൽ മറ്റ് പല മനുഷ്യരുടെ ഇമോഷൻസിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, ലൈഫിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. നമ്മുടെ വീഡിയോസിൻ്റെ അകത്തുള്ളൊരു ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് അതിനകത്ത് നമ്മൾ ഒരു മനുഷ്യൻ്റെ ഓരോ ലൈഫ് സ്ട്രഗിൾസിനെ കുറിച്ചും ആ ഒരു സാധനം മറ്റുള്ള മനുഷ്യരെ എങ്ങനെയൊക്കെ ബാധിക്കും, അതിൽ നിന്ന് പുതുതായിട്ട് വരുന്ന തലമുറയിൽ നിന്നുള്ള ആൾക്കാർക്ക് അതിനകത്ത് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്ത് പോകണം എന്നുള്ള കാര്യം ആണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത്. ഇതൊരു അടയാളപ്പെടുത്തി പോകേണ്ട ചില കാര്യങ്ങളാണ്. മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ അതിനെക്കാട്ടിലും വലുതാണ്. ബൃഹത്തായ മനുഷ്യൻ്റെ ലൈഫിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ
ഈ ഒരു കാര്യത്തിൻ്റെ അത് തന്നെ പറഞ്ഞ് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളാണ് മറ്റുള്ള ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും എത്തുന്ന സംഭവം നമ്മൾ സംസാരിക്കുന്നത്. ഷെയ്മ് ഓൺ യു കൃഷ്ണപ്രഭ ഫോർ ജോക്കിംഗ് അബൌട്ട് ദിസ്. ഇതിനെ ഒരു ജോക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കാര്യമല്ല. താങ്ക്സ് ഫോർ ഡിസ്കസിങ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് മനോഹരമായിട്ടാണ് അഭിമാനത്തോടെ ഇരുന്ന് ഇവരൊക്കെ വിളമ്പുന്നത്. ഇവർക്ക് എന്ത് ജോലിയാണുള്ളത് എവിടെയും കാണാറില്ല. അപ്പോൾ അവർ ഈ പറയുന്ന വട്ട ആർക്കും ഉണ്ടാകില്ല, കഷ്ടം. ഇനി നമുക്ക് കൃഷ്ണപ്രഭ പറയുന്ന സ്ഥലത്തേക്ക് കൂടെ പോകാം. അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഒക്കെ കുത്തിയിരുന്ന് കണ്ടെത്തിയതാണ് ഇന്നലെ തന്നെ. സോ അത് ബാക്കി നമുക്ക് കണ്ടുപോകാം എന്താണെന്നുള്ളത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണ്. ഒരു വർഷം ഇപ്പൊ നമുക്ക് സിനിമ ഇല്ലായിരുന്നു എന്ന് വെച്ചോ, അപ്പൊ ഞാനൊരു സപ്പോർട്ടിങ് ആക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചാനലിൽ എന്റെ സീരിയൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആങ്കറിങ് ഷോ ചെയ്യാം. ഇനി ഡാൻസറും സിംഗറും ആയതുകൊണ്ട് പാട്ടുപാടി ജീവിക്കാം, ഡാൻസ് കളിച്ച് ജീവിക്കാം. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇരിക്കാതെ വർക്ക് ചെയ്യുക, മീൻസ് എപ്പോഴും ബിസി ആയിരിക്കുക. അല്ലാതെ നമുക്കിപ്പോ നല്ല ക്യാരക്ടർ കിട്ടിയില്ല, ഒരു സിനിമയിൽ ഇന്നത് കിട്ടിയില്ല എന്ന് പരിഭവം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെ ഫുൾ ഡസ്പാവുള്ളൂ. ആദ്യമൊക്കെ എന്റെ ഇന്ന് സിനിമ പോകുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കരഞ്ഞു. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള അവസാനം നല്ല ക്യാരക്ടർ കിട്ടി. ശ്രദ്ധിക്കണേ, ഇവിടെ പറഞ്ഞു വരുന്നൊരു ഫ്ലോയിൽ വരുന്ന സംഭവം എന്ന് വെച്ചാൽ, അതായത് ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്നുള്ള സംഭവത്തിനുപരി ഒരു കലാകാരനോ കലാകാരി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കരുത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കലയെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾ അതിനകത്ത് നിന്നിപ്പം പുള്ളിക്കാരത്തിൽ ആങ്കറാണ്, ഒരു ഡാൻസറാണ്, സിംഗറാണ്, അതുപോലെ തന്നെ ഒന്നിൽ പാട്ടുപാടി ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്ത് ജീവിക്കാൻ പറ്റും, ഡാൻസ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു സമയം പോലും നമ്മൾ ഫ്രീ ആയിരിക്കരുത്, ഫുൾ ടൈം ബിസി ആയിരിക്കുക. സോ അത് നമ്മുടെ ലൈഫിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം തന്നെയാണ്. നമ്മൾ പരമാവധി ഇരുന്നിങ്ങനെ ഒരുമാതിരി നമ്മളിങ്ങനെ വേദനിച്ചിരിക്കുന്നതിനപ്പുറം അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ചില യാത്രകൾ പോയി. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ് കേട്ടിട്ടില്ല, നമ്മൾ എന്തിനാണ് ഇങ്ങനെ മുറിക്കാതെ തടച്ചു കൂട്ടിയിരിക്കുന്നത്? നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക, നമ്മൾ വിശാലമായിട്ടുള്ള ഭൂമിയിലെ മനോഹരമായ പലതും കാണാൻ ശ്രമിക്കുക. അങ്ങനെ കാണുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ മൈൻഡ് റിലാക്സ്ഡ് ആവും. ഞാനൊക്കെ എന്തെങ്കിലും ടെൻഷൻ അടിച്ച് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ വണ്ടി എടുക്കുന്നു, എവിടെയെങ്കിലും പോകുന്നു, ചുമ്മാ കുറേ ദൂരം ഓടിച്ചിട്ട് തിരിച്ചു വരും, വെറുതെ പോകും. ഒരിടത്തും പോകുന്നില്ല, ഒന്നും നിർത്തുന്നുമില്ല, പോകുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ ആ യാത്ര കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊന്ന് ഡൗൺ ആയിരുന്നത് അതങ്ങോട്ട് പീക്കിലേക്ക് പോകും. ചില സമയത്ത് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു തരത്തിലേക്ക് എത്തും മൈൻഡ്. ഓക്കെ, സോ അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവിടെ ഈ പുള്ളിക്കാരത്തി പറഞ്ഞ ഈ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കാം. പക്ഷേ നെക്സ്റ്റ് കേട്ട് നോക്കുക, ഇവിടെ ഒരു കാര്യം പറഞ്ഞു വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇതാണ് പോയിന്റ് മെയിൻ. ഒരു സിനിമയിൽ ഇന്നത് കിട്ടിയില്ല എന്ന് പരിഭവം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെ ഫുൾ ഡസ്പാവുള്ളൂ. ആദ്യമൊക്കെ എന്റെ ഇന്ന് സിനിമ പോകുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്താ ആദ്യം എൻ്റെയൊക്കെ സിനിമ പോകുന്ന സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. ആരാണ്? ഇമോഷൻ്റെ അകത്ത് ബ്രേക്ക് ഡൗൺ ആയ ഒരാളുടെ നിസ്സഹായ അവസ്ഥയെ സ്വന്തമായിട്ട് തന്നെ പറയുന്നതാണ്. ആദ്യമൊക്കെ സിനിമ പോകുന്ന സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള അവസാന നിമിഷത്തിൽ ഞാൻ മാറിപ്പോയിട്ടുണ്ട് സിനിമയിൽ നിന്നൊക്കെ. നമ്മൾ കണ്ടിട്ടുള്ള പല ഹിറ്റ് സിനിമകളിലുള്ള ക്യാരക്ടേഴ്സിലൊക്കെ അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. ഒരാഴ്ചയൊക്കെ നിർത്താണ്ട് നിന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ എനിക്ക് മനസ്സിലായി, ഒരാഴ്ച നമുക്ക് തന്നെ വരും. അത് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുമുണ്ട്. ഞാനിപ്പോ നിങ്ങളിപ്പോ എന്നെ കണ്ടിട്ടുള്ള പല സിനിമകളിലെ ക്യാരക്ടേഴ്സ് ചിലതൊന്നും ഞാൻ ചെയ്യേണ്ട ക്യാരക്ടേഴ്സേ അല്ല, ചിലപ്പോൾ പറഞ്ഞിട്ട് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുമുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിപ്പോ പറയുന്ന കറക്റ്റാ, നമുക്കുള്ളത് നമുക്ക് തന്നെ വരും എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോയി കിട്ടാൻ ഒരു പാടുമില്ല. രാവിലെ ഇരുന്നേക്കുക, 2 പാട്ട് പ്രാക്ടീസ് ചെയ്യുക, വൈകുന്നേരമായിട്ടുണ്ടാവും, നല്ലോണം ഒന്ന് പഠിച്ചാല് ഒന്ന് ഉച്ചയായിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ അടുത്തൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക. സമയം പോയി, സമയം പോവുക. അതല്ലേ ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ ഏതൊരു സിനിമയ്ക്കകത്തുള്ള ഒരു പുള്ളിക്കാരത്തിൻ്റെ പേരാണോ എന്തൊരു മറ്റേ ഒരു അമ്മച്ചി ഭയങ്കരമായിട്ട് ഒരു ചിരിയിരിക്കുക, ആ അമ്മച്ചിയുടെ ചിരി പോലത്തൊക്കെ തോന്നിപ്പോയി. ഇങ്ങനെ എന്തായിക്കൊണ്ട് പോട്ടെ, ഇതുപോലത്തെ ചിരി നിങ്ങളോട് കേട്ടിട്ടുണ്ട്. ആ നടിയുടെ പേര് ഞാൻ പറഞ്ഞത് ഒരു സഹസ്ത്രീ പുള്ളിക്കാരത്തി പറഞ്ഞ ഡബിൾ സ്റ്റാൻഡ് പൊളിഞ്ഞതുണ്ടോ, നൈസായിട്ട് പൊളിച്ചതുണ്ടോ, സെൽഫ് ഗോൾ തന്നെയാണ്. ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നറിയാമോ? തുടക്കത്തിൽ പറഞ്ഞു തന്നത് എന്താ, അതായത് തുടക്കത്തിലൊക്കെ എനിക്ക് സിനിമകൾ നഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ വല്ലാതെ വിഷമിച്ച് ഞാൻ ഇരുന്ന് കരയുമായിരുന്നു. ഒരാഴ്ചയോളം ഇരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോഴേക്കും നമുക്ക് കറങ്ങി തിരിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ട് റിലാക്സ്ഡായി മൈൻഡ് സെറ്റിനെ ഓക്കെ ആക്കി ഞാൻ നമ്മുടെ കരിയറിൽ കൂടുതൽ അങ്ങനെ കിട്ടാത്ത അവസരത്തിനെ കുറിച്ച് വിഷമിക്കേണ്ട, പക്ഷേ എൻ്റെ കയ്യിലുള്ള കഴിവുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിന് ഞാൻ വളരെയധികം നന്നായിട്ട് മുന്നോട്ട് ഉപയോഗിക്കാം, എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്നുള്ള തരത്തിലേക്ക് പുള്ളിക്കാരി ബിസി ആവാൻ വേണ്ടി ശ്രമിച്ചു. തുടക്കത്തിലെ കരച്ചിലിനെ അവർ ഓവർകം ചെയ്തു, കറക്റ്റാണ്, അത് സംഭവിച്ചു. എന്നാൽ മൂന്നാമത് പറഞ്ഞത് എന്താ, അവരുടെ തുടക്കത്തിലെ അവസ്ഥ അതേ സിറ്റുവേഷനിൽ നിൽക്കുന്ന മറ്റ് മനുഷ്യരെ കളിയാക്കുന്നതാണ്. ഡബിൾ സ്റ്റാൻഡേർഡിൽ
അതായത് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, സ്വന്തം ലൈഫിൻ്റെ അകത്ത് വളരെയധികം ട്രോമറ്റൈസ്ഡ് ആയിട്ട് വേദനിച്ച് ഡിപ്രഷനിലേക്ക് പോയൊരു വ്യക്തി, ആ സമയത്തിരുന്ന് കരഞ്ഞ ആ വ്യക്തി പിന്നീട് വന്നിരുന്ന് പറയുന്നു, ഇന്നത്തെ കുറച്ച് പുതിയ വാക്കുകളുണ്ട്, ഓവർ തിങ്കിങ് എന്ന്, മറ്റുള്ള പല മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിപ്രഷൻ എന്നൊക്കെ പുതിയ വാക്കുകൾ. പണ്ടത്തെ വട്ട് തന്നെ, എന്ത് വട്ട് തന്നെ. ഈ വട്ടെന്ന് പറയുന്നൊരു കാര്യത്തിനെ പോലും, ആ ഒരു വാക്കിനെ പോലും വളരെയധികം പരിഹസിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണോ? തിരുവനന്തപുരത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇതുപോലെ വളരെയധികം വയലൻ്റായ ഒരു സാഹചര്യത്തിൽ, മാനസികമായിട്ടുള്ള പ്രോബ്ലംസാണ്, വളരെയധികം മാനസികമായിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങ് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് അദ്ദേഹത്തിനെ വളരെയധികം കഷ്ടപ്പെട്ട് പിടിച്ച് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നമ്മുടെ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ഊളംപാറ എന്ന പേര്, ഓക്കെ, അവിടെ കൊണ്ടുപോയ സമയത്ത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കാണുക എന്നുള്ളത്. നമ്മൾ അവിടുത്തെ ഡോക്ടറിനെ കണ്ടു, അതിനുശേഷം ഈ ഇദ്ദേഹത്തിന് അപ്പം തന്നെ അവിടെ നിന്ന് ബാക്കി കൊണ്ടുപോകുന്നൊരു പരിപാടിയൊക്കെ കണ്ടു, അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ എടുക്കുകയോ എന്തൊക്കെയോ ചെയ്തു. അതിനുശേഷം പുള്ളിക്കാരനെ അങ്ങ് ഒരു ഗ്രൂപ്പ് ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു വലിയൊരു സെല്ലിലേക്ക് കൊണ്ടിട്ടു. അദ്ദേഹത്തിന് ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടം ആൾക്കാർ സോഷ്യലൈസ് ചെയ്യുന്നത് പോലെ അവിടെ കൊണ്ടിട്ടു. ബട്ട് ഈ വഴികളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ചകൾ ഞാൻ പറയാം. അവിടെ നിൽക്കുന്ന മനുഷ്യരിൽ ആരാണ് നോർമൽ, ആര് നോർമൽ അല്ല എന്ന് ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാൻ നോർമലാണോ, നമ്മുടെ കൂടെ വരുന്നവരൊക്കെ നോർമലാണെന്ന് അറിയത്തില്ല. പലരും പല തരത്തിൽ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ നമ്മളിപ്പം ഒരു കൂട്ടിൽ, ഇതിപ്പോൾ ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി, ഇപ്പോൾ എൻ്റെ വീട്ടിൽ നമ്മുടെ പല വീടുകളിലൊക്കെ കാണുന്ന ഈ നായ്ക്കളെ ഒരു കൂട്ടിലടച്ചിട്ട് കെട്ടിയിട്ടിരിക്കുന്നു. അതുപോലത്തെ ഒരു ചെറിയൊരു ഐസൊലേറ്റഡ് ആയിട്ട് സ്ഥലങ്ങളിൽ ഒരു റൂമുകളിൽ മാത്രം, ഒരു സെല്ലുകളിൽ മാത്രം ഭയങ്കര ബഹളവും വെച്ച് വല്ലാതെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് അതിൻ്റെ ഭീകരത എത്ര മാത്രമാണ്. അങ്ങനെ ഒരു തവണയെങ്കിലും ഇതിനകത്തോട്ട് ഉൾവശത്തേക്ക് ഒരു തവണ പോയവൻ ഒരിക്കൽ പോലും ഒരു മാനസിക രോഗമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കളിയാക്കാനോ ആ ഒരു വാക്കുകൊണ്ട് മറ്റൊരു മനുഷ്യനെ അപമാനിക്കാനോ കളിയാക്കാനോ പരിഹസിക്കാനോ ഒരു തരത്തിലും ഒരിക്കലും ശ്രമിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിൽക്കുന്ന പല ആൾക്കാരും നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്, പല ആൾക്കാരും വളരെയധികം നമ്മളെക്കാട്ടിലും വളരെ വിവരമുള്ളവരെപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാനവിടെ കണ്ടതാ. അപ്പോൾ എൻ്റെ മൈൻഡിൽ കൂടെ പോയത് കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് അവിടെ പല ആൾക്കാരും വളരെ സ്വതന്ത്രമായിട്ട് നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആരാണ് നോർമൽ, ആര് നോർമൽ അല്ല, നമുക്ക് ഒരു ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഈ പുള്ളിക്കാരത്തി പറയുന്നു, ഇവിടെ പുതിയ പണ്ടത്തെ വട്ട് തന്നെ ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ പുതിയ പേരുകളിൽ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെ വലിപ്പമില്ലാത്ത വാല്യൂലെസ് ആയിട്ടുള്ള സ്വയം വില കുറയ്ക്കുന്ന ഇത്തരം പരാമർശങ്ങൾ, അതും ഒരു കൂട്ടം മനുഷ്യരുടെ കണ്ടീഷനാണ്. ഇപ്പം ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടൊരമ്മ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇവർ പറയുന്ന സംഭവത്തിൻ്റെ ഓർത്തി കുഞ്ഞിനെ നഷ്ടപ്പെട്ടൊരമ്മ, ആ അമ്മയുടെ മനസ്സിനകത്ത് എന്തൊക്കെ മനോവ്യാപാരങ്ങളായിരിക്കും ഉണ്ടാവുക. എനിക്ക് ഇന്നും അറിയാം, 10, 18, 20 വർഷം കഴിഞ്ഞിട്ടും സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും പേര് നടക്കുന്ന എത്രയോ അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. അതോടൊപ്പം തന്നെ സ്വന്തം മറ്റ് പലതും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുകയോ വളരെയധികം സാമ്പത്തിക ഇതിലേക്ക് കടപുഴകി വീഴുകയോ, ചില തരത്തിൽ നമ്മുടെ പ്രണയം നഷ്ടപ്പെടുകയോ, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളെ അപമാനിക്കുമ്പോഴോ, നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നൊക്കെ അതൊക്കെ പല സാഹചര്യങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നായ പോയാലോ, പലതരത്തിലും. അതുപോലെ തന്നെ മെൻ്റൽ കണ്ടീഷൻ മറ്റു തരത്തിലേക്ക് വരാം, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ട് വരാം. അതായത് ഈ പറഞ്ഞ കണക്കിന് സ്ത്രീകളുടെ മെൻസ്ട്രേഷൻ പീരീഡ്സ് വരുമ്പം, അതുപോലെ തന്നെ മെനിപ്പോസിൻ്റെ അതിൻ്റെ പ്രീ മെനിപ്പോസിസ് ആ ഒരു സമയങ്ങളിലേക്കൊക്കെ വരാം. ഇതുപോലെ പല തരത്തിലേക്കൊക്കെ ആൾക്കാർക്ക് പല സാഹചര്യങ്ങളിലെ പല മൈൻഡ് സെറ്റിലെ മൂഡ് സ്വിങ്ങിലൂടെയൊക്കെ കൊണ്ടുപോകില്ലേ. ആ പോകുന്ന മനുഷ്യർ അവർ അനുഭവിച്ചുകൊണ്ട് പോകുന്ന അവരുടെ അവസ്ഥയാണ്. ആ അവസ്ഥയെ നമുക്ക് ഒരിക്കലും ഒരു വാക്ക് കൊണ്ടോ ഒരു കോല് കൊണ്ടോ കുത്തിയിട്ട് എന്ന് നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല. ഇത് എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ചിരിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഓൺ ദ ഫ്ലോ ആണെങ്കിൽ ഇവർ ആദ്യം തന്നെ പറഞ്ഞു ഇവരിരുന്ന് കരഞ്ഞിട്ടുള്ളവരാണെന്ന്. അങ്ങനെ കരഞ്ഞിട്ടുള്ളവർ പിന്നെ അടുത്ത ഒരു മിനിറ്റ് പോലും കഴിയുന്നതിന് മുമ്പ് അടുത്ത ഈ സമൂഹത്തിനെ മൊത്തം അപമാനിക്കുന്നുണ്ട്. എങ്ങനെ കഴിയുന്നു കൃഷ്ണപ്രഭ? നിങ്ങളെക്കുറിച്ച് എൻ്റെ മൈൻഡിനകത്ത് ഒരു ചെറിയ റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സീരിയസ്ലി എവിടേക്ക് എന്തൊക്കെയോ അത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആക്ടിങ് കണ്ടിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കോമഡി ഇതൊക്കെ കണ്ടിട്ടായിരിക്കും. എവിടെയോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചെറിയ മാനസികമായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ നിങ്ങളെ വെറുക്കുന്നില്ല, ഞാൻ അതും കൂടെ പറയാം. ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരുപോലത്തെ കമ്പാരിസൺ പാടില്ലല്ലോ. ഞാൻ നിങ്ങൾ ഒരിക്കലും വെറുക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അട്ടർ നോൺസെൻസ് ആണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു കൂട്ടം മനുഷ്യരുടെ അവസ്ഥയാണ്. അതിനൊന്നും ഒരിക്കലും ഒരു കൂട്ടം മനുഷ്യരല്ല, ഈ ഭൂമിയിൽ ജനിക്കുന്ന 99% ആൾക്കാരുടെ ഇതിൽ കൂടെ കടന്നു പോകാത്ത ആരാ ഉള്ളത്? മൂഡ് സ്വിങ്സ് ഇല്ലാത്ത, ഓവർ തിങ്കിങ് ഇല്ലാത്ത, ഡിപ്രഷൻ മൈൻഡ് സെറ്റിലേക്ക് ഒരു പ്രാവശ്യം പോയിട്ടില്ലാത്ത ആരാ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്? 24/7 സന്തോഷം മാത്രമുള്ള ഏത് ലോകത്ത് ഏത് വ്യക്തിയാണ് ഈ ഭൂമി ജീവിച്ചിരിക്കുന്നത്? സോ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ വിട്ടിരുന്നു, നിങ്ങൾ തന്നെ അഭിപ്രായം പറയൂ പുള്ളിക്കാരത്തേക്ക്. ഇനി ബാക്കിയെല്ലാം ഉണ്ടോ? ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ? ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും.
ഈ പറഞ്ഞ ഞാൻ കുറേ അധികം സ്ട്രെസ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുന്നവർക്ക് അതെല്ലാം എന്താണ് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വിധവയായ ഒരു സ്ത്രീ, അതുപോലെ തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മ, അല്ലെങ്കിൽ ഒരു മകളെ ഏറ്റവും സ്നേഹത്തോടെ കൊഞ്ചിച്ച് വളർത്തിയ ഒരു മകളെ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ മകൻ നഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ, ഇങ്ങനെ പലതരത്തിലും അത് ഇപ്പം സഹോദരന് പല എല്ലാം എടുക്കാം. ഏത് ഹ്യൂമൻ ഇമോഷണൽ കണക്ഷൻസിൻ്റെ എല്ലാ സംഭവങ്ങളും എടുക്കാം, ഇൻഡിവിജ്വലായിട്ട് എടുക്കാം. എവിടെയാണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പണിയില്ലാത്തത് കൊണ്ട് വരുന്നതാണ്. ഓക്കെ, കൊള്ളാം. പിന്നെ എന്താ അറിയോ, നമ്മൾ ക്ഷമയോടുകൂടി കുറെ കാലം നിൽക്കുമ്പോൾ ദൈവം തന്നെ വിചാരിക്കും ഇത് പോണില്ലല്ലോ എന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും എന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പലവരുടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കാര്യത്തിന് ഇറങ്ങും, എന്നിട്ട് അതിന് എന്തെങ്കിലും കിട്ടിയില്ലെന്ന് പറയുമ്പോൾ ഇവര് തിരിഞ്ഞോടും തന്നെ പൊക്കളെ ഓടുന്നു. അവര് ഉടനെ വേറെ സ്ഥലത്തേക്ക് പോകും, വേറെ എന്തെങ്കിലും കാര്യമായിട്ട് പോകും. ഇത് എനിക്ക് പോകാൻ ഇടവില്ല. ചേച്ചിക്ക് അരോചകമായ ശരിയാണ് കേട്ടോ. സോറി, എനിക്ക് നിങ്ങളോട് ഒരു വെറുപ്പുമില്ല. ബട്ട് നിങ്ങളുടെ ഈ ഒരു തരത്തിലുള്ള ടോക്കും അതിനോടൊപ്പമുള്ള ചിരിയും ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അതോ എനിക്ക് അങ്ങോട്ടൊന്നും ഇതാവുന്നില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായത്താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ നിങ്ങളൊക്കെ ഓരോ മൈൻഡ് കണ്ടീഷൻ പല സമയത്ത് കടന്നു പോകുന്നതൊക്കെ ഇതുപോലെ എന്താ പറയുക, ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടാണോ? നിങ്ങളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, പലതരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ ഇതെല്ലാം കടന്നു പോകുന്നത് നിങ്ങളുടെ ആ ഒരു സംഭവങ്ങൾ ഒരു പണിയില്ലാത്തതുകൊണ്ടാണ്. കൃഷ്ണപ്രഭ അർഹിക്കുന്ന രീതിയിലുള്ള മറുപടി മാന്യമായ രീതി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ബൈ.